Welcome back to Plus 2 Political Science online class. Today we will discussing about the 9th chapter Recent Developments in Indian Politics. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് 1990കളിൽ അല്ലെങ്കിൽ 1975ലെയും 77ലെയും കാലത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പാഠഭാഗത്തേക്ക് കിടക്കാം. ദ കോണ്ടെക്സ്റ്റ് ഓഫ് 1990s. Certain incidents which shook Indian politics in 1980s. Indira Gandhi was assassinated by her own bodyguards. ഇന്ദിരാഗാന്ധി 1980കളിൽ അദ്ദേഹത്തിൻ്റെ ബോഡിഗാർഡിൻ്റെ കൈകൊണ്ട് മരണമടയുകയുണ്ടായി. രാജീവ് ഗാന്ധി became the next prime minister and the following elections to Lok Sabha he held a Congress party to massive victory. After the assassination of Indira Gandhi, Rajiv Gandhi became the next prime minister of India. By the end of the 1980s and the beginning of the 1990s, the country witnessed 5 developments that created far-reaching consequences in Indian politics. 1980 ശേഷം 1990കളിൽ രാജ്യം പ്രധാനമായിട്ടും 5 സംഭവവികാസങ്ങളെ നേരിട്ടു. ഫസ്റ്റ് വൺ, ദി എൻഡ് ഓഫ് കോൺഗ്രസ് സിസ്റ്റം. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനുണ്ടായ പരാജയമാണ്. ഇൻ 1989 election, Congress party was defeated. 1989 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. നോ പാർട്ടി ഗോട്ട് ക്ലിയർ മെജോറിറ്റി ഇൻ ദി ഇലക്ഷൻ. ഒരു പാർട്ടിക്കും ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം ലഭിച്ചില്ല. നാഷണൽ ഫ്രണ്ട് ഫോംഡ് ദി ഗവൺമെൻറ്. നാഷണൽ ഫ്രണ്ട് എന്ത് ചെയ്തു? പാർട്ടി രൂപീകരിച്ചു, ഗവൺമെൻറ് രൂപീകരിച്ചു. നാഷണൽ ഫ്രണ്ട്, ദേശീയ മുന്നണി, വാസ് ആൻ അലയൻസ് ഓഫ് ജനതാദൾ ആൻഡ് സം റീജിയണൽ പാർട്ടീസ്. നാഷണൽ ഫ്രണ്ട് അല്ലെങ്കിൽ ദേശീയ മുന്നണി എന്ന് പറയുന്നത് ജനതാദളും ചില പ്രാദേശിക പാർട്ടികളും ദേശീയ മുന്നണി രൂപീകരിക്കുകയും ചെയ്തു. നാഷണൽ ഫ്രണ്ട് ഗോട്ട് സപ്പോർട്ട് ഫ്രം BJP ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട്. BJPയുടെയും ഇടതുകക്ഷികളുടെയും പിന്തുണ നേടുകയും ചെയ്തു. ഇറ്റ്സ് എയിം വാസ് ടു കീപ് ദി കോൺഗ്രസ് ഔട്ട് ഓഫ് പവർ. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസിനെ പുറത്താക്കുക. In 1996, United Front of Government formed with the support of Congress and Left Front. This move was to keep BJP out of power. 1996 യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് രൂപീകരിക്കുകയും കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ലെഫ്റ്റ് പാർട്ടിയുടെയും സപ്പോർട്ടോടുകൂടി ഗവൺമെൻറ് രൂപീകരിക്കുകയും BJPയെ അധികാരത്തിൽ നിന്നും എടുത്തു കളയുകയും ചെയ്തു. In 1998, BJP led coalition government. 1998 BJP ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അല്ലെങ്കിൽ കോയിലീഷൻ പൊളിറ്റിക്സ് രൂപീകരിച്ചു. In 1999, NDA alliance came into power under the prime ministers of A.B. Vajpayee. A.B. വാജ്പേയിയുടെ നേതൃത്വത്തിൽ 1999 NDA ഗവൺമെൻറ് രൂപീകരിച്ചു. It was an era of multi-party system and coalition government. അന്നത്തെ കാലത്ത് ഇതൊരു മൾട്ടി പാർട്ടി സിസ്റ്റവും കോയിലീഷൻ ഗവൺമെൻറ്റിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു. റീജിയണൽ പാർട്ടീസ് സ്റ്റാർട്ടഡ് ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദി നാഷണൽ പൊളിറ്റിക്സ്. പ്രാദേശിക പാർട്ടികളും ദേശീയ രാഷ്ട്രീയത്തിൽ ചില റോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില റോളുകൾ ഉണ്ടായിരുന്നു. കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ആൾസോ കെയിം ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ജാതീയമായിട്ടുള്ള സമുദായങ്ങളും അത് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. മണ്ഡൽ കമ്മീഷൻ. ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ഇൻ 1978 to examine the condition to the backward classes and to make a recommendation for their progress. മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1978 അന്നത്തെ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെയും അവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമിതനായ കമ്മീഷനാണ്. ഇറ്റ് വാസ് പോപ്പുലർലി നോൺ ആസ് മണ്ഡൽ കമ്മീഷൻ ആഫ്റ്റർ ദി നെയിം ഓഫ് ദി ചെയർമാൻ BP മണ്ഡൽ. BP മണ്ഡലായിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇൻവെസ്റ്റിഗേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഓഫ് വാരിയസ് കമ്മ്യൂണിറ്റീസ്.
വിവിധ കമ്മ്യൂണിറ്റികളുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സാമൂഹിക പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. ടു റെക്കമെൻഡഡ് വേസ് ഓഫ് ഐഡൻറ്റിഫൈങ് ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരുടെ അവരുടെ പ്രധാനപ്പെട്ട സംവരണങ്ങൾ ഏർപ്പെടുത്തി. മേക്ക് റെക്കമെൻഡേഷൻ ഫോർ റിമൂവിങ് ദി ബാക്ക്വേർഡ്നെസ്സിന് അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് പിന്നോക്കക്ഷേമം പരിഹരിക്കുന്ന സംവരണം ചെയ്യുന്നതിന് വേണ്ടി നിരവധി റെക്കമെൻഡേഷൻസുകൾ അദ്ദേഹം കൊണ്ടുവന്നു. മണ്ഡൽ കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1980s. 1980 മണ്ഡൽ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പ്രധാനമായിട്ടും അതിൽ കണ്ടിട്ടുള്ള റെക്കമെൻഡേഷൻസുകൾ ഇവയാണ്. ബാക്ക്വേർഡ് കാസ്റ്റ് ഹാവ് വെരി ലോ പ്രസൻസ് ഇൻ ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്റൽ ജോബ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൽ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് വെരി ലോ പ്രസൻസ് ഇൻ ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ് ജോബ്, സർക്കാർ ജോലികളിലും ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്കക്കാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രസൻസും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇറ്റ് റെക്കമെൻഡഡ് 27% ഓഫ് റിസർവേഷൻ ടു ബാക്ക്വേർഡ് കാസ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്റൽ ജോബ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും 27% ബാക്ക്വേർഡ് ക്ലാസസിന് റിസർവേഷൻ കൊണ്ടുവന്നു. ഇറ്റ് ആൾസോ റെക്കമെൻഡഡ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണവും കൊണ്ടുവന്നു. ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991, 1991 പുത്തൻ സാമ്പത്തിക നയം. റിലാക്സേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി സ്റ്റാർട്ടഡ് ഇൻ 1991. 1991 ആയപ്പോഴേക്കും ഇന്ത്യൻ സാമ്പത്തിക രംഗം കുറച്ചുകൂടി റിലാക്സ്ഡായി, കുറച്ചുകൂടി അയവ് വരാൻ തുടങ്ങി, ഗതി മാറാൻ തുടങ്ങി. ഇറ്റ് എയിംഡ് ടു മേക്ക് ഇന്ത്യൻ എക്കോണമി മോർ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആൻഡ് എക്സ്പാൻഡ് ദ റോൾ ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യൻ സാമ്പത്തിക രംഗം അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതൽ വിസ്തൃതിയിലെയും അതുപോലെ തന്നെ പ്രൈവറ്റിൻ്റെയും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും വിദേശ നിക്ഷേപത്തിൻ്റെയും സംരംഭമായി മുന്നോട്ട് പോയി. PV നരസിംഹറാവു, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് PV നരസിംഹറാവു ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിഫോംസ്, ഇന്ത്യൻ റിഫോംസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നെക്സ്റ്റ് വൺ നോക്കുന്നത് അയോധ്യ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം എന്താണെന്ന് നോക്കാം. ബാബറി മസ്ജിദിൻ്റെ പ്രശ്നം. ബാബറി മസ്ജിദ് വാസ് എ 16th സെഞ്ച്വറി മോസ്ക്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ് ബാബറി മസ്ജിദ്. സം ഹിന്ദുസ് ബിലീവ്ഡ് ദാറ്റ് മോസ്ക് വാസ് ബിൽറ്റ് ഇൻ ദി ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് രാമ ആഫ്റ്റർ ഡിമോളിഷിംഗ് എ ടെമ്പിൾ. ഹിന്ദു മിത്തോളജി അനുസരിച്ച് അല്ലെങ്കിൽ ചില ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ വിശ്വസിച്ചു അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചു മാറ്റി പള്ളി പണിയുകയുമായിരുന്നുവെന്ന് ചില ഹിന്ദുക്കൾ വിശ്വസിച്ചു. അയോധ്യ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മസ്ഥലമായി അവർ കണക്കാക്കപ്പെട്ടു. മോസ്ക് വാസ് ലോക്ക്ഡ് ഇൻ ദ ലേറ്റ് 1960s ആഫ്റ്റർ എ കോർട്ട് കേസ് കാലാകാലങ്ങളായി കോടതിയിലായിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള പ്രശ്നമായതിനാൽ 1940കളിൽ പള്ളി അടച്ചുപൂട്ടി. In 1986 February, Faizabad district courts ordered to unlock the mosque and allowed Hindus to offer prayers there. 1986 പള്ളി തുറക്കാൻ കോടതി വിധിച്ചു. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇരുവിഭാഗങ്ങളും സംഘടിക്കാൻ തുടങ്ങി. Both Hindu and Muslim organization tried to mobilize their communities. തുടർന്ന് ചില പ്രാദേശിക പ്രശ്നങ്ങളും ഉണ്ടായി. BJP along with RSS and VHP convened a number of mobilization programs. BJP ഇതിനെ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി തിരഞ്ഞെടുപ്പ് വേദികളിൽ അവതരിപ്പിക്കുകയും RSSും VHP വിശ്വ ഹിന്ദു പരിഷത്തും ഇതിൻ്റെ പേരിൽ ക്യാമ്പയിനുകളും പൊതുയോഗങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു. അന്തരീക്ഷം സംഘർഷഭരിതമായി അക്രമത്തിലേക്ക് നീങ്ങി. ജനപിന്തുണയ്ക്ക് വേണ്ടി BJP സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര സംഘടിപ്പിച്ചു. BJP took out the Rath-yatra from the Somanath in Gujarat to Ayodhya in Uttar Pradesh. In 1992 December, BJP and their supporters organized a Kharseva for building Ram Temple. പള്ളി പൊളിക്കാനും രാമക്ഷേത്രം പണിയാനും BJPയും RSSും VHPയും ഖർസേവ സംഘടിപ്പിച്ചു. അന്തരീക്ഷം സംഘർഷപൂരിതമായി. മസ്ജിദിന് അപകടമുണ്ടാകാതെ നോക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് ഉത്തരവ് നൽകി.
ആയിരക്കണക്കിന് സന്നദ്ധ സേവകർ 1992 ഡിസംബർ 6-ന് അയോധ്യയിൽ ഒത്തുകൂടുകയും പള്ളി പൊളിക്കുകയും ചെയ്തു. വാർത്ത കാട്ടുതീ പോലെ രാജ്യമെങ്ങും വ്യാപിച്ചു. 6th December 1992, Babri Masjid was demolished. India witnessed Hindu-Muslim riots in many parts of the country. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആഴ്ചകളോളം നീണ്ടുനിന്ന ഹിന്ദു മുസ്ലിം ലഹളകൾ ഉണ്ടായി. ബോംബെയിലുണ്ടായ കലാപം 2 ആഴ്ചയധികം നീണ്ടുനിന്നു. ഫോർ എക്സാമ്പിൾ, മുംബൈ വയലൻസ് ഇൻ 1993 ഇറ്റ് ലാസ്റ്റഡ് ഫോർ 2 weeks. 1993 മുംബൈ കലാപം ഇതിനൊരു ഉദാഹരണമാണ്. അതർ ഡെവലപ്മെൻറ്റ്സ് റിലേറ്റഡ് ടു അയോധ്യ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. BJP സ്റ്റേറ്റ് ഗവൺമെൻറ് വേർ ഡിസ്മിസ്ഡ്. അയോധ്യ പ്രശ്നം രാഷ്ട്രീയ രംഗത്ത് ചില സംഭവവികാസങ്ങൾ സൃഷ്ടിച്ചു. UP-യിൽ ഭരണത്തിലുണ്ടായിരുന്ന BJP സർക്കാരിനെ രാഷ്ട്രപതി പുറത്താക്കി. BJP അധികാരത്തിലുണ്ടായിരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി. കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരുന്നതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പേരിൽ കോടതിയലക്ഷ്യത്തിന് കേസെടുത്തു. അയോധ്യയിൽ സംഭവിച്ചതിന് തങ്ങൾ ഉത്തരവാദിയല്ലെന്ന മട്ടിൽ BJP അനിഷ്ട സംഭവങ്ങൾക്ക് മാപ്പ് ചോദിച്ചു. പൊളിച്ചുമാറ്റലിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കണ്ടെത്താൻ ഒരു കമ്മീഷനെ നിയമിച്ചു. മതേതരത്വത്തിനെതിരായ പള്ളി പൊളിച്ചുമാറ്റലിനെ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും എതിർത്തു. ബാബറി മസ്ജിദ് പ്രശ്നം മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തുടക്കമിട്ടു. എ കേസ് വാസ് രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്. The central government appointed a commission to investigate the issue. Community-based political parties became active in India. Then next നോക്കുന്നത് ഗുജറാത്ത് റൈറ്റ്സ് ഇൻ 2002. ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ 2002 ഫെബ്രുവരി മാർച്ച് ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വൻതോതിൽ ആക്രമണങ്ങൾ നടന്നു. ഗുജറാത്തിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന സംഭവമായിരുന്നു സംഘർഷങ്ങളിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണം. A bogie full of Karsevaks returned from Ayodhya was set on fire. 57 people died. Large-scale violence began against Muslims. Near 1,100 people died. National Human Rights Commission criticized the Gujarat government. അയോധ്യയിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന കർസേവകർ സഞ്ചരിച്ചിരുന്ന തീവണ്ടിയുടെ ബോഗിക്ക് തീപിടിച്ചു. ഈ ദുരന്തത്തിൽ 57 പേർ കൊല്ലപ്പെട്ടു. തീവണ്ടി ദുരന്തത്തിൽ മുസ്ലിങ്ങൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ ഗുജറാത്തിൽ വ്യാപകമായ ആക്രമണങ്ങളും പോരാട്ടങ്ങളും നടത്തി. അതിക്രമങ്ങൾ 1 മാസത്തോളം നീണ്ടുനിന്നു. 1000-ലധികം പേർ ജീവഹാനി സംഭവിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അക്രമങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആക്രമണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരാജയപ്പെട്ടതിൽ ഗുജറാത്ത് സർക്കാരിന് പങ്കുണ്ടെന്ന് കമ്മീഷൻ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. 1984-ലെ സിഖ് വിരുദ്ധ കലാപം പോലെ തന്നെ ഗുജറാത്ത് കലാപത്തിലും സർക്കാരിന് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ മരണം എന്താണെന്ന് നോക്കാം. ദ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, occurred as a result of the suicide bombing at Sriperumbudur near Chennai in Tamil Nadu to 21 May 1991. In 1991 May to 21 1991 മെയ് 21 ചെന്നൈയിലെ ശ്രീപെരുമ്പദൂർ ഗ്രാമത്തിൽ വെച്ച് ബോംബ് കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മരണപ്പെട്ടു. ദ അസാസിനേഷൻ വാസ് carried out by ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളം. അതിൻ്റെ ചുമതല LTT ഏറ്റെടുക്കുകയും ചെയ്തു. Emergency of a new consensus. It consists of 4 elements. They are agreement of new economic policies, agreement with the social and political claims of the backward classes, recognition of the role of regional parties in the governance of the country, emphasis on pragmatic politics. These are the main points that are related to the chapter. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കോൺഗ്രസ് 1990 ശേഷം കോൺഗ്രസിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഫസ്റ്റ് വൺ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫീറ്റ് ഓഫ് ദി കോൺഗ്രസ് പാർട്ടി ഇൻ 1980s ഇലക്ഷൻ. 1989 കോൺഗ്രസിലുണ്ടായ പരാജയം. സെക്കൻഡ് വൺ ദ മണ്ഡൽ ഇഷ്യൂ, മണ്ഡൽ പ്രശ്നം. നെക്സ്റ്റ് വൺ റാഡിക്കൽ ടേൺ ഇൻ ദി എക്കണോമിക് പോളിസി, ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. 1991 സാമ്പത്തിക നയം. Then Babri Masjid case, the Babri Masjid demolished, and the next one Rajiv Gandhi assassination. 1991 മെയ് 21 രാജീവ് ഗാന്ധി മരണപ്പെട്ടത്.
ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയത് എന്താണ്, ബാബറി മസ്ജിദിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയത് മണ്ഡൽ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ അയോധ്യ പ്രശ്നമാണ് ബാബറി മസ്ജിദിലേക്ക് നയിച്ചത്. ദെൻ ആൻറ്റി മുസ്ലിം റൈറ്റ്സ് ഇൻ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന 2002 ഗുജറാത്തിൽ സംഭവിച്ച കലാപം എന്താണെന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തു. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ. ഓക്കെ, താങ്ക് യു.